സന്തോഷത്തോടെ വിശുദ്ധ ദീനിലേക്ക് ആ മനസ്സങ്ങ് തുറന്നു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വെച്ച് സ്വഹാബത്തൊക്കെ കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരൽപ്പം പാടാനുണ്ട്, ഞാനൊന്ന് പാടിക്കോട്ടെ. നിങ്ങൾ പാടിക്കോളൂ. ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യഫദ മക്ലൂലു. ഈ ബൈത്ത് ഇങ്ങനെ പാടി തുടങ്ങുമ്പോൾ സത്യത്തിൽ സഹോദരങ്ങളെ ബുർഖുദ്ദായിന്റെ മുമ്പ് വന്ന ഒരു വരിയാണിത്. ഒന്നും രണ്ടും വരികളല്ല, 19 വരികളുണ്ട്. വലിയ സാഹിത്യ സമ്പുഷ്ടമായ വരികളാണ്. മുഴുവൻ വരികളും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണ് അതിലുള്ളത്. ബൈത്ത് ഇങ്ങനെ പാടിയിട്ടൊരു 10-12 വരിയാകുമ്പോ സ്വഹാബത്തിനെ വിളിച്ചിട്ട് തങ്ങൾ പറയുന്നു, അനിസ്മഊ അനിസ്മഊ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ആ മജ്ലിസിൽ ആരും സംസാരിക്കൂല, എന്നാലും തങ്ങളൊന്ന് ഉണർത്തിയതാണ്. കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തനങ്ങളാണ്. ആ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറയുമ്പോ സ്വഹാബത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ആ വരികൾക്കിടയിൽ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു ഉംബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫൂ ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. ഈ വരി അങ്ങ് ചൊല്ലിയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് ശരീരത്തിൽ ഇങ്ങനെ പൊതച്ചിരുന്ന ഒരു പുതപ്പ്, ഒരു ഷാള് നേരെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലൂടെ പൊതച്ചു കൊടുത്തു സമ്മാനമായിട്ട്.